കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. രാജേഷ് കെ, കിഴക്കനേല പാലം ജംഗ്ഷനിൽ മാടന്നടയുടെ സമീപത്ത് സ്ഥിരതാമസം. രാജൻ കിഴക്കനേലയുടെ സത്യം ശിവം സുന്ദരം എന്ന പ്രശസ്തമായ സീരിയലിലൂടെ ടെലിവിഷൻ രംഗത്തേക്ക് എത്തി. സി കേരളത്തിലെ മധുര നൊമ്പരക്കാറ്റിലെ ജയിലർ, ഏഷ്യാനെറ്റിലെ സ്നേഹക്കൂട്ടിലെ ലൈൻമാൻ, സൂര്യ ടിവിയിലെ പ്രേമപൂജയിലെ പോലീസുകാരൻ തുടങ്ങി 30-ലധികം സീരിയലുകളിൽ നിരവധി വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. അടുത്ത കാലത്തായിട്ട് വന്ന തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിവിൻ പോളിയുടെ സിനിമയായ ബേബി ഗേൾ, നോബഡി ഉൾപ്പെടെ 10ഓളം സിനിമകളിലും അദ്ദേഹം വേഷം ചെയ്തു കഴിഞ്ഞു. 90കളിലെ ചങ്ങാതിമാർ, ASI 1, 2, 3 അങ്ങനെ 3 പാർട്ട്, തനിയെ, OTP തുടങ്ങി 7ഓളം ഷോർട്ട് ഫിലിമുകൾ കഥയെഴുതി സംവിധാനം ചെയ്തു. റോളിംഗ് രാജേഷ് കെ എന്ന യൂട്യൂബ് മീഡിയയിലൂടെ നിങ്ങൾക്ക് അവ ആസ്വദിക്കാവുന്നതാണ്. ഈ പ്രിയ കലാകാരന് കിഴക്കനേല നാഗരികാവ് വനദുർഗാദേവി ക്ഷേത്രോത്സവ കമ്മിറ്റിയുടെയും കലാസ്വാദകരായ കലാപ്രേമികളായ കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള കിഴക്കനേലയുടെ മണ്ണിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഉത്സവ കമ്മിറ്റി ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി രാജൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാജൻ കിഴക്കനേലയുടെ സത്രം നാടകത്തിലൂടെ കലാജീവിതത്തിന്റെ ആരംഭം. SKVHSൽ തുമ്പി എന്ന നാടകത്തിൽ മികച്ച നടനായി ആദ്യ അംഗീകാരം. 19-ാം വയസ്സിൽ ആരംഭിച്ച പ്രവാസ ജീവിതം 43 വയസ്സുവരെ. UAEയിലെ ഏറ്റവും വലിയ മലയാളി ഓർഗനൈസേഷനായ അബുദാബി മലയാളി സമാജത്തിന്റെ സെക്രട്ടറി ട്രഷറർ, അബുദാബി കലാവിഭാഗം കൺവീനർ, സെക്രട്ടറി. ഗൾഫിൽ 16 നാടകങ്ങളിലൂടെ 60-ലധികം വേദികൾ. മോഹൻലാൽ, യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രശസ്തർക്കൊപ്പം അവതാരകനായി. 7 എമിറേറ്റ്സുകളിലായി 700-ൽ പരം വേദികളിൽ അവതാരകനായി തിളങ്ങി. UAEയിലെ ആദ്യ സമ്പൂർണ്ണ നൃത്തനാടകമായ മാധവത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചു. UAE നാടക മത്സരത്തിൽ മികച്ച നടനായി അംഗീകരിക്കപ്പെട്ടു. 18-ൽ പരം അംഗീകാരങ്ങൾ അവിടെ നിന്ന് മാത്രം ലഭിച്ചു. കേരളത്തിന് പുറത്തു നടക്കുന്ന ഏറ്റവും വലിയ മലയാള നാടക മത്സരമായ ഭരത് മുരളി നാടകോത്സവത്തിൽ അവതരിപ്പിച്ച അർദ്ധനാരീശ്വരൻ എന്ന നാടകത്തിന്റെ രചനയും സംവിധാനത്തിനും അംഗീകാരങ്ങൾ ലഭിച്ചു. 2020-ൽ തിരികെ ജന്മനാട്ടിലേക്ക് എത്തി. കലാസാംസ്കാരിക മാധ്യമ രംഗത്ത് സജീവമായി. 2025-ൽ വിവിധ വനിതാ തിയേറ്ററുകൾക്കായി 4 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. MBBS, LLB, ഗസറ്റഡ് ഓഫീസേഴ്സ്, സ്കൂൾ, കോളേജ്, ജില്ലാ, സംസ്ഥാന കലാമത്സരങ്ങളിൽ വിധികർത്താവ്, സ്റ്റേജ് ഷോയുടെ ഡയറക്ടർ, വിവിധ ജില്ലകളിൽ തിയേറ്റർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറായും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചാനൽ 91 ന്യൂസിൽ റെസിഡന്റ് എഡിറ്റർ. 1100-ലധികം വേദികൾ പിന്നിട്ട അവതാര മികവിന് കിഴക്കനേലയുടെ നാടക സംസ്കാരം പ്രവാസ ഭൂമികയിൽ അടയാളപ്പെടുത്തിയ പ്രിയ കലാകാരന് വാർത്തകൾ നിഷ്പക്ഷമായി ജനങ്ങളിൽ എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകന് കിഴക്കനേല നാഗരികാവ് വനദുർഗാദേവി ക്ഷേത്രത്തിന്റെയും ഈ നാടിന്റെയും സ്നേഹാദരവ്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കേരള നടനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ഇപ്പോൾ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ BA കേരള നടനത്തിൽ പഠിക്കുന്നു. മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമ. പൂതക്കുളത്ത് ശിവം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത വിദ്യാലയം കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്നു. ഏറെ പ്രശസ്തമായ
ഓച്ചിറ നാട്യഭാരതി നൃത്തവിദ്യാലയത്തിൽ കേരള നടനത്തിൽ അധ്യാപികയായും വർക്ക് ചെയ്യുന്നു. നാടകത്തെയും കഥകളിയെയും ഒരുപോലെ പ്രണയിച്ച സുനിൽകുമാർ അജയൻ ദൃശ്യയുടെ സംവിധാനത്തിൽ ഞാനും സുനിലും ഒരുമിച്ച് റിഹേഴ്സൽ ആരംഭിച്ച ചെന്നായ എന്ന നാടകം പൂർത്തിയാക്കാതെ അവൻ യാത്രയായി. ആകാശസ്ഥലികളിൽ എവിടെയോ ഇരുന്ന് അവൻ ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൾ കിഴക്കനേലയിലെ ആദ്യത്തെ നൃത്ത അധ്യാപിക കുമാരി ശ്രീലക്ഷ്മി സുനിലിന് ആദരവ് സമർപ്പിക്കുന്നു. പിതാവും പ്രശസ്ത കാഥികനും നാടക നടനും സംവിധായകനും ഒക്കെയായിരുന്ന ചിത്രാലയം സുരേന്ദ്രനാഥ് എന്ന പാരിപ്പള്ളി സുരേന്ദ്രനാഥിന്റെ സംവിധാനത്തിൽ നീരാളി എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് 2 വർഷങ്ങൾക്ക് ശേഷം ഉപരിപഠനത്തിനായി കോയമ്പത്തൂരിലേക്ക് യാത്രയായി. തിരികെ എത്തി കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ പത്മശ്രീ എന്ന നാടകത്തിൽ പ്രധാന വേഷം. അവിടെ റെയിൻബോ, സതി തുടങ്ങി 5 നാടകങ്ങൾ. ശേഷം KPAC-യിൽ തോപ്പിൽ ഭാസിയുടെ രചന, KT മുഹമ്മദിന്റെ സൂത്രധാരൻ എന്നീ നാടകങ്ങൾ. അരങ്ങിലെ പ്രകടനം കൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ച അഭിനയ പ്രതിഭയ്ക്ക് കിഴക്കനേല നാഗരുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തിന്റെയും നാടക ആസ്വാദകരുടെയും സ്നേഹാദരവ് സമർപ്പിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിന് ശ്രീ CS വേണു അവர்களെയും നൽകുന്നതിന് രാജൻ സാറിനെയും ക്ഷണിക്കുന്നു. ശ്രീ ജയപ്രസാദ്, ശ്രീമതി ബിന്ദു ചേച്ചി, നാടക സീരിയൽ നടൻ സംവിധായകൻ എന്നിയ മികവുറ്റ CS വേണു അവരെ ക്ഷണിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ നാട്ടുകാരനാണ്. എനിക്ക് ഇവിടെ വെച്ചൊരു ആദരവ് കിട്ടിയത് എനിക്ക് വലിയ സന്തോഷമാണ്. എപ്പോഴും ഞാനത് ഓർക്കും, ഈ സദസ്സിനെ ഓർക്കും, വേദിയെ ഓർക്കും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് വളരെ റിസ്ക് എടുത്താണ്. കാരണം ഞാനിപ്പോൾ ഒരു സീരിയലിൻ്റെ വർക്കിലായിരുന്നു, BA-യുടെ വർക്കിലായിരുന്നു. അപ്പോൾ അജയൻ്റെ നാടകം ഇവിടെ ഉദ്ഘാടനമാണെന്ന് 2 ദിവസം മുമ്പേ എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എന്നെ വിടണം, എനിക്ക് അതിന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവരെന്നെ ഒഴിവാക്കി എൻ്റെ മാത്രം ക്ലോസുകളെടുത്ത് എന്നെ ഫ്രീ ആക്കി ഞാനിവിടെ ഓടിയെത്തി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അഭിനയിച്ചു തുടങ്ങുന്നതിന് ശേഷം 5 നാടകങ്ങൾ ഞാൻ സംവിധാനം ചെയ്തു, പ്രൊഫഷണൽ നാടകങ്ങൾ. അതിൽ അവസാനം ചെയ്ത് ആത്മമിത്രയുടെ ഒരു നാടകം ശലഭവർണ്ണങ്ങൾ. അത് ഞാനിവിടെ പാരിപ്പള്ളിയിൽ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു എൻ്റെ റിഹേഴ്സൽ നടന്നത്. അന്ന് അജയൻ എനിക്ക് അടുത്തറിയില്ല. അജയൻ തൊട്ടടുത്ത് ഷോപ്പുണ്ട് അജയൻ. അപ്പോൾ അജയൻ വന്നിരുന്നു, അവിടെ വന്നു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചുറ്റിനും ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി അദ്ദേഹം പറഞ്ഞു തന്നു. ഞാനത് അംഗീകരിച്ചു. അപ്പം ഞാൻ നോട്ട് ചെയ്തു, കാരണം ഭാവിയിൽ അദ്ദേഹം ഒരു വലിയ ഡയറക്ടർ ആവും ഉറപ്പാണ്. എന്നോട് ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു, എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ആശംസ സംസാരിക്കുന്നത് ബിജു കിഴക്കനേലെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, സത്രം അത് രാഷ്ട്രമാണ്, നമ്മുടെ രാഷ്ട്രം. ആ രാഷ്ട്ര കസേരയിൽ അനേക വർഷങ്ങളായി പലരും ഇരിക്കുന്നു. അവർ നമുക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങളുടെ അപ്പകഷ്ണങ്ങൾ വച്ചു നീട്ടുന്നു, മരീചിയായ അപ്പകഷ്ണങ്ങൾ. രായ സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. രായ സാറിൻ്റെ സത്രം എന്ന നാടകത്തിലെ, അല്ലേ സുനിൽ സാർ, ആദ്യ ഡയലോഗാണ്. 6ാം ക്ലാസ്സിൽ LODയിൽ പഠിക്കുമ്പോൾ ഞാൻ ആ നാടകത്തിൽ ശില്പിയായാണ് വേഷം ചെയ്യുന്നത്. നമ്മുടെ
കുമാരനൻ വേണുവേട്ടനുമായിരുന്നു നാടകത്തെ കൊണ്ട്. കുമാരനൻ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അങ്ങനെയാണ് നാടകം. പിന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കുറേയധികം നാടകങ്ങൾ അഭിനയിച്ചു. വളരെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കുടുംബത്തിലാണല്ലോ നമ്മളുള്ളത്. ഈ 19ാമത്തെ വയസ്സൊക്കെ എത്തിയപ്പോൾ സർവ്വവിധമായ അഴുക്ക് ചാലുകളിലൂടെയുള്ള നീന്തലായിരുന്നു. അനാവശ്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും. അങ്ങനെയാണ് ഇവിടെ നിന്ന് എനിക്ക് പോകേണ്ടി വന്നത്. ഹൃദയം നിറയെ കലയുടെ അഗ്നിയുമായി ചെയ്യാത്ത വേലകളൊന്നും തന്നെയില്ല. അപ്പോഴൊക്കെ കിഴക്കനേല എന്ന നാട് എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ തിളങ്ങി നിന്നിരുന്നു. അവിടെ നിന്നും ജീവിക്കാനും ജീവിപ്പിക്കുവാനുമുള്ള വലിയ ബന്ധപ്പാടിൽ UAE മണ്ണിലേക്ക്. അവിടെയാണ് എനിക്കൊരു സജീവതയുണ്ടായത്. പക്ഷേ അവിടെയെല്ലാം കിഴക്കനേല എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം, അത് രാജൻ കിഴക്കനേല എന്ന ഒരു ഗംഭീരനായ, അദ്ദേഹത്തിന് പോലും അറിയാത്ത വലിപ്പമുള്ള ഒരു വലിയ മനുഷ്യന്റെ മണ്ണിൽ നിന്ന് വരുന്നു എന്നുള്ളതായിരുന്നു. കിഴക്കനേലയിൽ നിന്നല്ലേ അപ്പോൾ നാടകക്കാരനായിരിക്കും എന്നുള്ള അഭിമാനം. അവരുടെ ഒന്നും മനസ്സിൽ രാജൻ കിഴക്കനേല ഇങ്ങനെയല്ല. എല്ലുവിളിയിൽ ഉടുപ്പിടാതെ ഒരു ലുങ്കി ഉടുത്ത് ബീഡി വലിച്ചു നിൽക്കുന്ന രാജൻ കിഴക്കനേലയല്ല. യൂറോപ്പിലെയും പ്രവാസത്തിലെയും രാജൻ കിഴക്കനേല എന്ന വലിയ മനുഷ്യൻ അവരുടെ മനസ്സിൽ അടൂർ ഗോപാൽ കൃഷ്ണനെ സാറിനെ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി ജുബയൊക്കെ ഇട്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയും വലിയൊരു കലാകാരന് എങ്ങനെ ഇത്ര സരസമായി ജീവിക്കുവാൻ കഴിയും എന്നത് വലിയ അത്ഭുതമാണ്. ഞാനും സുഹൃത്ത് സാറുമൊക്കെ നിരവധി യാത്രകൾ നടത്തിയപ്പോൾ ഈ സിനിമക്കിടയിൽ പോലും ഡാൻസ് സാറിനെ കുറിച്ച് പറയുന്നത് ഓർത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാനൊരു സംസാരത്തിനില്ല, മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മകൾ ഉൾപ്പെടെയുള്ളവർ സമയമണിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ വേദന നന്നായി അറിയാവുന്നവനാണ് ഞാൻ. എൻ്റെ പ്രിയ സുഹൃത്ത് അജയൻ നാടകത്തിനായി തയ്യാറെടുക്കുന്നു. പക്ഷേ ഞാൻ ഗൾഫിൽ നിന്നും മടങ്ങി വന്നപ്പോൾ കയ്യിൽ കുറെ കാശുണ്ടായിരുന്നു. വലിയ മോഹമാണല്ലോ പ്രവാസികൾക്ക്. കുറെ പശുവിനെ മേടിക്കുന്നു, പോത്തിനെ മേടിക്കുന്നു, ആടിനെ മേടിക്കുന്നു, കോഴിയെ മേടിക്കുന്നു. ജോലിക്കാരൊന്നുമില്ല. എൻ്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട്. കൊറോണ സമയമാണ്. മകനാണ് ഈ ക്യാമറ ചെയ്യുന്നത്. മോളവിടെ. ഞങ്ങൾ 4 പണിക്കാരാണ്. ഫാമിംഗ് എന്ന് പറയുന്ന മനോഹര സ്വപ്നം സർവത്ര പൈസയും പോയി കിട്ടി. 1 രൂപ കയ്യിലെടുക്കാനില്ല. 1/2 കിലോയുടെ ഗോതമ്പ് മാവ് മേടിച്ച് എൻ്റെ കുട്ടികൾക്ക് 4 ദോശ ചുട്ടു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥ. അന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം വല്ലാതെ ചിരിച്ചു. പരാജയങ്ങൾ ആസ്വദിക്കുവാൻ നമ്മൾ പഠിക്കണമെന്നെ പഠിപ്പിച്ചത് നാടകങ്ങളാണ്. അവിടെ നിന്നും മാറി വീണ്ടും ഈ പറഞ്ഞും അറിഞ്ഞും എഴുതിയും ഒക്കെ ഏകദേശം നല്ല വരുമാനത്തിലേക്ക് ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് വരാൻ കഴിഞ്ഞു. അതും ഈ നാടകം തന്നെ കരുത്താണ്. മറ്റൊന്ന്, മാധ്യമരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയ വിഷമം, ചെറുതല്ല വലിയൊരു വിഷമം. ഞാൻ എറണാകുളത്ത് മീഡിയ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് അതിൻ്റെ MD പറയുന്നു, കിഴക്കനേല രാവിലെ ഒരു ന്യൂസ് ഉണ്ട്, വളരെ പ്രശ്നമുള്ള ന്യൂസാണ്, ആലുവയിലാണ് സംഭവം, ഒന്ന് പോകണം. ഞാൻ പോയി. ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ പുഴുവരിച്ച് കിടക്കുകയാണ്. 3 ദിവസങ്ങളായി. മനസ്സിൽ എത്രയോ മണിക്കൂറുകൾ അവിടെ കിടന്നിട്ടുണ്ടാവും. മെല്ലെ മെല്ലെ ജീവൻ നഷ്ടപ്പെട്ട് മനുഷ്യരെന്ന അവസ്ഥ മാറി ഇങ്ങനെ വലിയ വലിയ പുഴുക്കളരിക്കുന്നു. നമ്മുടെ മക്കളെ യൂറോപ്പിലാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന മാതാപിതാക്കൾ ഓർക്കണം, നമ്മൾ വീടെന്ന ജയിലിലായിരിക്കുന്നു. പിന്നെ നമുക്ക് മക്കളുടെ തിരിച്ചുവരവ് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ മക്കളെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എൻ്റെ നാടിനെയാണ്. എത്രയോ അലഞ്ഞു ഞാൻ നമ്മുടെ നാട്ടിൽ വളർത്തുവാനും ഇവിടെ അഭിമാനപൂർവ്വം നല്ല ജോലികൾ ചെയ്യുവാനും പ്രാപ്തരാക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കലോത്സവങ്ങളിൽ നിരവധിയായ വിജയികർത്താവായിരിക്കാറുണ്ട്. എൻ്റെ മകനാണെങ്കിൽ അവന് പഠിക്കാൻ, അവൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുകയാണ്. 80,000 രൂപ വിലയുടെ ഒരു ലാപ്ടോപ്പ് വേണം. ആ ലാപ്ടോപ്പ് മേടിക്കാൻ എൻ്റെ കയ്യിലൊന്നും പണമില്ല. കാരണം 80,000 രൂപ എനിക്കൊരിക്കലും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ കലോത്സവം വരുന്നത്. കലോത്സവത്തിൽ നാടകത്തിനും മോണോ ആക്ടിനും ഒക്കെ നിരവധിയായ ജഡ്ജിമെന്റ് ഉണ്ട്. സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കലോത്സവങ്ങളിൽ പണത്തിൻ്റെതായ വലിയ കളികളുണ്ട്. 3 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. മോണോ ആക്ടിന് ഫസ്റ്റ് കൊടുത്താൽ 50,000 രൂപ, നാടകത്തിന് ഫസ്റ്റ് കൊടുത്താൽ 1.5 ലക്ഷം രൂപ. നമ്മുടെ ഒരു സ്കൂൾ ഓഫർ ചെയ്തതാണ്.
ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കളിക്കൂ, യോഗ്യമാണെങ്കിൽ കിട്ടും. ഞാൻ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 400 രൂപയാണ്. അവിടെ ചെന്നു മോണാക്കി മൈമാണ്. മൈം വേദിയിലേക്ക് എത്തുന്നു. ഒരു നിലവാരവുമില്ല. നമ്മുടെ തൂലിക ഒന്ന് മാറ്റി എഴുതിയാൽ അന്ന് വൈകുന്നേരം ഏകദേശം 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വരും. കല എന്നത് വിൽക്കാൻ ഉള്ളതല്ല എന്ന് തന്നെ പഠിപ്പിച്ചത് ഡയൻ സാറിൻ്റെയൊക്കെ സംസ്കാരമാണ്. അങ്ങനെ വാങ്ങുന്ന പണം കൊണ്ട് എനിക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആശയങ്ങളോട്, നിലപാടുകളോട് കൃത്യമായി നീതി പുലർത്തി തന്നെയാണ് മുന്നോട്ടുള്ള യാത്ര. മറ്റൊരു കാര്യം, ഈ ആദരവിന് ഞാൻ അർഹനായിട്ടില്ല. ഈ സ്നേഹത്തിന് തീർച്ചയായും അർഹനാണ്. ഞാൻ സുനിൽ പറഞ്ഞതുപോലെ പരമാവധി എല്ലാവരോടും ഒക്കെ സ്നേഹത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ആദരവിന് അർഹനാകണമെങ്കിൽ എത്ര ദൂരം പോകണം. പക്ഷെ ഈ ആദരവ് എനിക്കിനി കഠിനാധ്വാനം ചെയ്യുവാനുള്ള വലിയ കരുത്തിനിൽ ഉണ്ടാക്കിയിരിക്കുന്നു. 4:50 എണീറ്റ് 2 മണിക്കൂർ കൃത്യമായും വായിക്കുന്ന ഒരാളാണ് ഞാൻ. മുരളി സാർ ഫ്രണ്ടിൽ കൊണ്ട്, സുനിലടിയനോടുണ്ട്, 3 പേർ ഞാൻ ചെയ്ത നാടകങ്ങൾ വലുതല്ലെങ്കിലും വന്ന് കണ്ടതാണ്. കൊടിയേറ്റ് ദിവസം കുറ്റിക്കാട്ടും ഒരു വനിതാ തീരുന്ന നാടകമുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയിരിക്കുന്നു. ആക്ടർ എന്നതിന്റെ ഞാനിതുവരെ കണ്ടിട്ടില്ല. റൈറ്റർ എന്നതിന്റെ R ഞാനിതുവരെ കണ്ടിട്ടില്ല. ഡയറക്ടർ എന്നതിന്റെ Dയും കണ്ടിട്ടില്ല. അതിനുള്ള ശ്രമമാണ്, കഠിനമായ ശ്രമം. ഈ സാംസ്കാരിക മണ്ണിൽ നിന്നും രാജൻ കിഴക്കനേലയ്ക്ക് ശേഷം രാജൻ കിഴക്കനേലയുടെ കടുകുമണിയോളം അംശം നിലനിർത്തുവാനുള്ള ബോധ്യവും ബാധ്യതയും എനിക്കും സുനിലിനും വേണുവേട്ടനും അജയനും ഒക്കെ ഉണ്ട് എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഒരാദരവിലേക്ക് അമ്മ നിങ്ങൾ എന്നെ പ്രാപ്തരാക്കണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ. ബഹുമാന്യ വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ആദ്യം മുതലേ സുനിൽ സാർ ഉൾപ്പെടെയുള്ളവരോട് എന്ന് പറയുന്നത്. രാജൻ സാറ് ഒരു 2015-16 കാലഘട്ടത്തിൽ രാജൻ സാറുമായിട്ടൊന്ന് പരിചയപ്പെടാൻ അവസരമുണ്ടായി. 2017 ആയപ്പോ എന്നിലെ കലാകാരനെ രാജൻ സാറ് ഉണർത്തിയെടുക്കുകയാണ് ചെയ്തത്. അമൃത ടിവിയില് സത്യം ശിവം സുന്ദരം എന്ന സീരിയലിൽ ഒരു വേഷമുണ്ടെന്നും രാജേഷ് അത് ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്യാനൊരു അവസരം തന്നു. മാടങ്കാവിനടുത്താണ് താമസിക്കുന്നത്. എൻ്റെ സ്വദേശം നാവായിക്കുളം പഞ്ചായത്തിലെ പറകുന്ന് എന്ന ഗ്രാമമാണ്. അവിടെ ഇദ്ദേഹത്തെ 1-2 വർദ്ധന കൂടെ വന്നായിരുന്നു. ഞാനൊരു വ്യവസായിയാണ് എന്നുള്ളത്. വ്യവസായിയൊക്കെ ആയിരുന്നു. എൻ്റെ അച്ഛൻ കശുവണ്ടി തൊഴിലാളിയാണ്, അമ്മ കശുവണ്ടി തൊഴിലാളിയാണ്. അതിൽ നിന്നും ഞാനും ഒരു കശുവണ്ടി തൊഴിലാളിയായി മാറി. വേണുചേട്ടനോടൊപ്പം കുടുംബശ്രീ ശാഖയില് IG വന്നിറങ്ങുമ്പോ IG-യോടൊപ്പം നിൽക്കുന്ന ഗൺമാൻ വേണുചേട്ടന്റെ ഗൺമാൻ ഞാനാണ്. അപ്പോ വേണുചേട്ടന് അങ്ങനെ അത് കുടുംബശ്രീ ശാഖ പോലെ വേണുചേട്ടനും ഞാനുമായി നല്ല പരിചയമാണ്. ആ പരിചയം പുതുക്കി പോകുന്നുണ്ട്. എന്നെ ഈ സ്നേഹം ഞാൻ ജനിച്ച നാട്, അല്ലെങ്കിൽ ഞാൻ വന്ന് താമസിക്കുന്ന നാട്ടിൽ ഏകദേശം 2017 തൊട്ട് ഞാൻ ഇവിടെ 8 വർഷത്തോളമായി. ഈ സ്നേഹം എനിക്ക് ഇവിടെ വിളിച്ചു തന്ന കിഴക്കനേല ശ്രീ നാഗരികാവ് വനദുർഗാ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും വിശിഷ്യ അജയൻ ദൃശ്യ എന്റെ പ്രിയ സുഹൃത്ത്, എന്റെ 2 ഷോർട്ട് ഫിലിമുകളുടെ DOP ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അജയൻ ദൃശ്യയാണ്. അതിൽ ഒരു ഷോർട്ട് ഫിലിമിന് ഞാൻ കോട്ടയത്ത് നിന്നും ട്രിവാൻഡ്രത്ത് നിന്നും അവാർഡുകളുണ്ട്. തനിയെ എൻ്റെ 7ഓളം ഷോർട്ട് ഫിലിമുണ്ട്. അതിൽ 3 അജയൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽജി, ജയചന്ദ്രൻജി, അങ്ങനെ എല്ലാവരോടും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ അച്ഛന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇടത്തിൽ വെച്ച് എനിക്ക് ഈ ഒരു ആദരവ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതിനോടൊപ്പം ഇങ്ങനെ ഈ ഒരു ആദരവ് വാങ്ങാനായി എന്നെ പ്രാപ്തരാക്കിയ എൻ്റെ മാതാപിതാക്കളോടും അതിനോടൊപ്പം നാട്ടുകാരോടും സർവേശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവരും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ ക്ഷണസ്വീകരിച്ചൂടെ എത്തിച്ചേർന്ന അതിഥികൾക്കും വന്ന് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നാഗരികാവ് അമ്മയുടെയും ക്ഷേത്ര ഭരണസമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാടകം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഈ യോഗ നടപടികൾ ഇവിടെ പര്യവസാനിക്കും.